ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യ്, കടുകിട്ട് പൊട്ടുമ്പോൾ വറ്റൽമുളക് 4 എണ്ണം, ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂൺ, കടലപ്പരിപ്പ് 1 ടീസ്പൂൺ, നന്നായി ഇളക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ കഴുകിയ കരിവേപ്പിലിടുക. പിന്നെ ഉള്ളി 1.5 ഉള്ളി, 2 ചെറിയ ഉള്ളിയാണ് പറയുക, ഒരു വലിയ ഉള്ളിയും ഒരു ഇടത്തര ഉള്ളിയും കട്ട് ചെയ്തിട്ട് അതിലിട്ട് വഴിക്കാൻ നന്നായി വഴറ്റിട്ട് 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ തുടരെ ഇളക്കി വഴറ്റാം. ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് കഴുകി ചതച്ച വെളുത്തുള്ളി തോലെടുക്കണമെന്നില്ല, തോലോട് കൂടിയാണ് വെളുത്തുള്ളിക്ക് നല്ല മണം ഉണ്ടാവുക. അതുകൊണ്ട് എടുത്തിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെ അയക്കാം, അല്ലെങ്കിൽ കഴുകിയ വെളുത്തുള്ളി ചതച്ചിട്ട് അതിനകത്ത് നന്നായി വഴറ്റട്ടെ. ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഉള്ളി വെളുത്തുള്ളി വേഗമാവും. 2 ടീസ്പൂണോളം സാമ്പാർ പൊടി, നല്ല കായം മണക്കുന്ന നല്ല സാമ്പാർ പൊടി, അതൊക്കെ ഇട്ട് നന്നായി തക്കാളി ചേർത്ത് നന്നായി വഴറ്റും. മൂന്ന് ഗ്ലാസ് റവ ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 3 ഗ്ലാസ്സിന് ഇതിപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് തിളക്കട്ടെ. ഉപ്പ് കുറച്ചുകൂടി നോക്കിയിടാം, കുറച്ചുകൂടി വേണം ഉപ്പിടാം. കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. നമ്മൾ സാമ്പാർ പൊടി എന്തായാലും ഇട്ടിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടി കായപ്പൊടി. ഓക്കെ, നന്നായി തിളക്കുന്നുണ്ട്. അളന്ന് വെച്ച മൂന്ന് ഗ്ലാസ് റവ മെല്ലെ മെല്ലെ ചെറുതായിട്ട് ഇടുക, മൂടി വെക്കുക. ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ആവട്ടെ, എന്നിട്ടത് മൂടി വെക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം മല്ലിയില ഇട്ട് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നെയ്യിട്ടിട്ട് നന്നായി എല്ലാ ഭാഗവും ഇളക്കി വേറിടും. ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർക്കാം, എരിവ് എന്താ വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, ഇതിന് വേറെ ഒരു കറിയൊന്നും വേണ്ട. ചട്നി ഉണ്ടെങ്കിൽ നല്ലത്. കുറച്ച് മുളകാപ്പൊടി മുകളിലിങ്ങനെ വെതറി കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ
സാമ്പാറിൽ കഷ്ണങ്ങൾ ഇടുന്ന പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങൊക്കെ ഇടാം. നല്ല ടേസ്റ്റാണ്. ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്.